എന്താ താപ്പോലെ സാർ നിങ്ങൾ ഞാൻ പറയാം ടൈപ്പ് ചെയ്യും. ചെല്ലടാ, നീ ചെന്ന് നൈസായിട്ട് പോയി ചോദിച്ചിട്ട് വാ. ഞാൻ പോകത്തില്ല, ഭയങ്കര ചൂടനാ. ചോദിക്കേ, ഇതൊക്കെ സിമ്പിൾ അല്ലേ? നീ പോയി ചോദിച്ചിട്ട് വാ. പോ. ചാകണം സാറേ, അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. കാണാനടി സാർ, എന്താടാ അസൈൻമെന്റ്. ഞാൻ എഴുതിത്തരണോ? അല്ല, ഞാൻ സ്റ്റാഫ് റൂമിൽ പോയായിരുന്നു. ഓ, എന്നിട്ട് സാറിനെ കണ്ടില്ല. ഇപ്പം കണ്ടല്ലോ. സാർ, അസൈൻമെന്റ് ഒന്ന് മേടിക്കണം. സൗകര്യം എടുത്തോണ്ട് പോടാ. ഇപ്പോഴേ ഓരോരുത്തർക്ക് സമയം കിട്ടിയ ടൈപ്പ് ചെയ്യാൻ അങ്ങോട്ട്. വിട്ടോ വിട്ടോ. നീ വാ, നമുക്ക് നോക്കാം. വാ ഇത്ര നേരം കൊണ്ടേ പറയുന്നു. ചേട്ടാ, 2 കോപ്പി. ആ 13 ചേട്ടാ, ആ ഫയൽ എടുത്ത് മാറ്റി വെച്ചേ. ആ ഫയൽ മൊത്തം സെലക്ട് ചേട്ടാ, മാറ് മാറ് മാറ്. ആ ചെറുക്കൻ്റെ അസൈൻമെൻറ്റും കൂടെ വാങ്ങിയിട്ട് കൊണ്ടുവെക്ക്. നിനക്കെന്താ വട്ടാണോ? എന്നെ പരിപാടിയാ. അങ്ങനെ ഇപ്പോൾ അവനെ തേക്കണ്ട. അവൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പാണോ? ആ, പറഞ്ഞു കൊടുക്കും. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. മാറി നിൽക്ക്. പിന്നെ മാറി നിൽക്ക്. എൻ്റെ പൊന്നി വെച്ച് അതൊന്ന് ശരിയാക്കാന്ന്. ശരിയാക്കാൻ നമ്മൾ എത്ര നേരം കൊണ്ടിരിക്കുന്നു. നോക്കിയത് ഓ, എത്തിയോ? ഞാൻ കരുതി എന്റെ മരിപ്പിനെ വരത്തുള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ? സാധനം കിട്ടണ്ടായോ? അത് കഞ്ചാവിനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞയച്ചത്. 1 കിലോ ഉള്ളി വാങ്ങിക്കാനല്ലേ. എനിക്ക് മരുന്ന് കഴിക്കണം. പോയി 1 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. ദയച്ചി ചേച്ചി, ഈ ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാണിച്ചോ? ഒരു വട്ടം കാണിച്ച്, കൂടെ ഒരു സിമുഖവും. എന്തൊരു ഇതാ. ഓ ചേച്ചി, ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? എന്തോന്ന്? ജീമോന്റെ കടയിലെ ബേബി പറഞ്ഞതാ, എന്തോന്ന്? നമ്മളെ ചെക്കനെ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഒരു ഇത്. ആര്? കുട്ടാപ്പിയോ? നിനക്ക് എങ്ങനെ അനാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഇപ്പൊ അങ്ങനെയായോ? എനിക്ക് കേൾക്കണ്ട. ചെറുക്കം വെറുതെ വെള്ളം കോരുന്നതാ. എന്നെ ഇതുപോലെ ഒരുത്ത വളയ്ക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ വീടില്ല. ഏത് ഗതി കെട്ടവനാണോ അത്? എന്ത് എന്നെ എത്ര കാണാൻ കൊള്ളില്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞു. നിനക്ക് ആ പെങ്കുച്ചിന് ഇഷ്ടമാണോ? എന്ത് ഇഷ്ടമാണോന്ന്? നിങ്ങൾക്ക് വട്ടാണോ? പ്രേമം പലരെയും വട്ടന്മാരാക്കും. അയ്യോ, പഴയ നാടകത്തിലെ വല്ല ഡയലോഗ് ആയിരിക്കും. എന്താടാ നാടകത്തിനോട് ഇത്ര പുച്ഛം? ഞാൻ തെരുവ് നാടകം കളിച്ചിരുന്ന കാലത്തെ അതുവഴി പോയ മധുസാറെ വണ്ടി നിർത്തി എന്റെ അഭിനയം കണ്ടതാ. എന്നിട്ട് അദ്ദേഹത്തിന്റെ വക ഒരു ചോദ്യം, റോസ്മേരിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. ചുമ്മാ അന്ന് എനിക്ക് എത്ര ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. നിങ്ങളെ പൊങ്ങച്ച കേൾക്കാനല്ല ഞാൻ ഇവനെ വിളിച്ചു വരുത്തിയത്. ഇവന്റെ പ്രേമകഥ അറിയാനാ. ഓ, പ്രേമമില്ല, ഒരു മണ്ണം കിട്ടില്ല. ദേ ചെറുക്ക, നീ നോക്കിക്കോ. നീ പെണ്ണ് കെട്ടാതെ ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കും. ദേ, മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഒരു കാലത്തും. എന്റെ പൊന്നമ്മച്ചി, പ്രാകരുത്. പറ്റിപ്പോയി. ഇഷ്ട. പക്ഷെ പെങ്കൊച്ചിനോട് ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഈ ദേവി, നിങ്ങളിത് ആരും ആരോടും പറയരുത്.
പറയില്ല. പറയില്ലേ? എന്നാ കുഴപ്പമില്ല. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കവരത്തി. അണ്ണാ അണ്ണൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പറയണ്ടേ? എന്താ ആഗ്രഹം? ആരതി ആരതി നീ കൊള്ളാലോടാ. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള വേദനയാണ്. ചിലപ്പോൾ അത് വേണ്ടെന്ന് തോന്നും, പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറല്ല. ഇതെങ്ങനെ ഒപ്പിച്ചു? എന്തോ ഒന്നുമില്ല. ഒപ്പിച്ചു. ബാക്കി പൈസ എന്താ? നീ ഒരു കാമുകനല്ലേ? ഇതിന് വൃത്തിയും മെനയൊക്കെ ആയിട്ട് നടന്നൂടെ? അയ്യോ, ഈ ചോദ്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. പ്രേമിക്കാൻ ആദ്യം വേണ്ടത് ചങ്കൂറ്റമാണ്. അണ്ണാ ഞാനൊരു ഐഡിയ പറയട്ടെ. പോടാ. ഒരു ഐഡിയ അല്ലേ അണ്ണാ? എടാ പോടാ. ഓ വരുന്നുണ്ടല്ലോ, ആരതി വരുന്നുണ്ടല്ലോ. ചേട്ടാ ചേട്ടാ റെക്കോർഡ് ബുക്ക് വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ആരുമില്ല. അണ്ണൻ വരയ്ക്കും, അണ്ണൻ വരയ്ക്കും. അണ്ണനാ എൻ്റെ എല്ലാം വരയ്ക്കാറ്. ചേട്ടാ പ്ലീസ്. സമയമില്ല. 2 പടയുള്ളൂ ആകെ. ഒരു മൈക്രോസ്കോപ്പും ഒരു തവളയും. ഒരു മൈക്രോസ്കോപ്പും ഒരു തവളയും വരച്ച് കൊടണ്ണ. നോക്കാം. ആ എടുത്തോട്ടെ. ഒരാളുടെ മതി. എന്നാ എൻ്റെ മതി. അപ്പൊ എന്റെയോ? സ്വന്തം കാര്യം മാത്രല്ലേ ഉള്ളൂ. പോയി നാളെ വാ, വരച്ച് വെച്ചേക്കാം. ആ വാ പോ. പോടാ. മുഴുകുട്ടിയായി വണ്ടി ഒന്ന് ശരിയാക്കണമായിരുന്നു. ഇവിടെ ബൈക്ക് നന്നാക്കാറില്ല. ശരിക്കും എന്നെ ഓർമ്മയില്ലേ? മറക്കേണ്ടി വന്നു. ഒരു ദിവസം അതിരാവിലെ വന്ന് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ഒരുപ്പൊക്കെ പോയതാ. എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. എൻ്റെ നല്ല പ്രായം ഒന്ന് തള്ളി. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഈ മുഖം മറക്കാൻ ഒരുപാട് പാടുപെട്ടു. നീ കാത്തിരുന്ന കാര്യം നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ? തമാശ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. മേലിൽ ഇത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വരരുത്. എങ്ങനെയുണ്ട്? അണ്ണാ പൊളിച്ച്. ഇതാണെന്ന് തന്നെ വരച്ചാണോ? ഇതിൽ അവൾ വീണിരിക്കും ഉറപ്പ്. നമുക്കിതൊരു ബിസിനസ് ആക്കിയാലോ? പോടാ. ഇതിപ്പോൾ അവൾക്ക് വേണ്ടിയുണ്ട്. ഇച്ചിരി കഷ്ടപ്പെട്ടു. ഇവിടെ സാർ നോക്കട്ടെ. എന്തു നോക്കട്ടെ? ഏപ്പിച്ച പണി അതിച്ച് നോക്കട്ടെ. കൊള്ളാം. നീ ഇത് ഞാൻ വരച്ച വരുന്നുണ്ട്. ചേട്ടാ എന്തായി? പൊളിച്ചില്ലേ? ആരതി ഞെട്ടാൻ പോവുകയാണ്. കൊടുക്കട്ടെ. തനിക്കൊന്നും ബോധമില്ലടോ. വരയ്ക്കറിയാൻ പാടില്ല, അത് പറഞ്ഞ പോരെ. ഈ മരമാക്കയുടെ വാക്കും കേട്ട് ഇയാളെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി. ഇന്നത്തെ പരീക്ഷയ്ക്കെങ്ങാനും ഞാൻ തോറ്റ എല്ലാത്തിനും ഞാൻ തട്ടു. മോളെ ഒരു മിനിറ്റ്. ഇതിലൊന്നും എനിക്കൊരു ബന്ധമില്ലാട്ടോ മോളെ.